ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നും പിന്നെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമല്ലോ, ഇന്നത്തെ വിഭവം ചെയ്യുന്നത് ഞാനല്ല. ഇന്നൊരു കേര മീൻകറിയാണ്, ഷാപ്പ് സ്റ്റൈൽ കറി. നമുക്ക് എങ്ങനെ നാടൻ രീതിയിൽ ഷാപ്പ് സ്റ്റൈൽ കറി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് പിന്നെ ഇതാ പാചകം ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ സ്പെഷ്യൽ വിഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ചട്ടി ചൂടായതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായപ്പോഴത്തേക്ക് കടുകും അത് കണക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തതാണ് കണ്ടത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്ത് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഒരു സവോള ഉണ്ട്, പിന്നെ അത് കണക്ക് തന്നെ ഒരു 4ഓളം പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇരിഞ്ഞും കൂടാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ എണ്ണ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർക്കുന്ന കുടംപുളിയാണ് ഇവിടെയൊക്കെ. അപ്പോൾ കുടംപുളി ചേർക്കുമ്പോഴത്തേക്ക് എന്തായാലും പുളി ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടിക്കഴിഞ്ഞാലും അത് അവിടെ പുളിക്കകത്ത് മെയിൻറ്റെയിൻ ആയിക്കോളും. മാത്രമല്ല സവോള പെട്ടെന്ന് വഴന്ന് വരികയും ചെയ്യും. ഇപ്പോൾ സവോള വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് സവോളയൊക്കെ നമ്മൾ അടുത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക്. നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അതായത് സവോളയ്ക്കകത്തെയും പച്ചമുളകിലെയൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ തെളിയും. അപ്പോൾ ഈ സമയത്ത് ഇനി അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്ന മല്ലിപ്പൊടിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കൈയളവാണ്. അപ്പോൾ ഞാനിപ്പോഴത്തേക്ക് ഇതെന്തോരം മല്ലിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റും. 3 ടീസ്പൂണാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മല്ലിപ്പൊടി സവോളയ്ക്കകത്തിട്ട് വഴറ്റി എടുക്കുകയാണെന്ന്, അത് മൂപ്പിച്ചെടുക്കുക അത്ര തന്നെ. സ്പൈസി ആയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നല്ല എരിവായിരിക്കും, പേടിക്കേണ്ട. അത് കണക്ക് തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു 4ഓളം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ആ കുടംപുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേ കാണുന്നത്. പിന്നെ ആവശ്യമുള്ള വെള്ളവും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണം ഇടുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം, അല്ല കുറച്ച് കഴിഞ്ഞിട്ടിടാന്നാണ് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കുവാണ്. ഇത് കേര മീനാണ്. ഇതിപ്പോഴത്തേക്ക് ഒരു 1/2 കിലോയോളം മീനുണ്ട് കേര മീൻ. നന്നായിട്ട് കറി വെക്കുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഷാപ്പ് സ്റ്റൈൽ കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പൈസി ആയിട്ട് ഇത്ര ഇവിടെ ഇതിനകത്ത് മുളകും അത് കണക്ക് തന്നെ മുളക് പൊടിയും പുളിയൊക്കെ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കറി ഇങ്ങനെയൊക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തോളം നമുക്കിത് ചീത്തയാകാതെ തന്നെ ഈ കറി നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് കറി വെന്ത് വരാൻ. അപ്പോൾ കറി നന്നായിട്ട് വെന്തിട്ടിരിക്കണോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ ഉപ്പൊക്കെ നോക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പ് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇപ്പോൾ ഉപ്പ് ഇവിടെ നോക്കിയപ്പോൾ അത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തു. കാരണം ഇത്രയും പുളി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുന്നുണ്ട്, നോക്കിപ്പോൾ അറിയാം അഭിപ്രായം. ഒരു മിനിറ്റ് ഇന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ഉപ്പ് പരുവായപ്പോഴത്തേക്ക് ഇതിനകത്ത് പുളിയൊക്കെ വെന്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന രീതി കണ്ടോ, ഈ പുളി ബാക്കിയുള്ളതൊക്കെ വേണ്ടാത്തതൊക്കെ പുളിക്കകത്ത് ആവശ്യമുള്ള പുളി ഇറങ്ങി പുളിയെല്ലാം എടുത്ത് കളയുകയാണ്. പുളി നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ ഇതിനകത്ത് ഒരു പുളിയോ 2 പുളിയോ മാത്രം വെച്ചിട്ട് ബാക്കി പുളിയെല്ലാം എടുത്ത് കളയും. ഇപ്പോൾ നമ്മുടെ ഷാപ്പ് സ്റ്റൈൽ കേര കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ റെസിപ്പിയാണ്, എൻ്റെ റെസിപ്പി അല്ല, അച്ഛൻ്റെ റെസിപ്പിയാണ്. എല്ലാ ക്രെഡിറ്റും അച്ഛന് തന്നെ, അങ്ങോട്ട് തന്നെ പൊക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഈ സ്റ്റൈൽ ഉണ്ടാക്കി നോക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ ആരും മറക്കരുത്. പുതിയൊരു വിഭവമായിട്ട് ഞാനിത് കണക്ക് തന്നെ വീണ്ടും വരാം. ഇങ്ങനെയുള്ള വെറൈറ്റി കറികൾക്കായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ക് തന്നെ കമൻറ്റ് അയക്കുക. എല്ലാത്തിനും റിപ്ലൈ അയക്കുക. അത് കണക്ക് തന്നെ ഫേസ്ബുക്ക് പേജ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് ലൈക്ക് ചെയ്യുകയും അത് കണക്ക് തന്നെ അതിനകത്ത് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ വെറൈറ്റി വിഭവങ്ങളും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട്. എല്ലാം എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ്.
അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അത് കണക്കാൻ എല്ലാവരുടെയും സപ്പോർട്ടും വേണം.